എല്ലാവരും ഉണ്ട്. ഈ കസേര ഒന്ന് എണീച്ച് ഒന്ന് എന്റെ അടുക്കലോട്ടൊന്ന് വരൂ. സജിന് കഴിയൂല, എത്ര ശ്രമിച്ചാലും കഴിയൂല. ഒന്ന് എന്റെ അടുക്കിലേക്ക് വന്നേ. എന്തു പറ്റി? ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എണീക്കാൻ പറ്റുന്നില്ലേ? സജിൽ ഒരു ഹിപ്നോട്ടിസം സ്റ്റേജിലേക്ക് ഇരിക്കുകയാണ്. സജിലൊരു ഹിപ്നോട്ടിസം സ്റ്റേജിലേക്ക് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു. സജിൽ എത്ര ശ്രമിച്ചാലും ഈ കൈ ഇവിടെ നിന്ന് പൊക്കാൻ കഴിയില്ല. കാരണം ഇതിലൊരു ആണി അടിച്ചിട്ടുണ്ട്, സൂപ്പർ ഗ്ലൂ ഗം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഈ കൈ സജിൽ പെതുക്കൊന്ന് പൊക്കാൻ ശ്രമിച്ചേ. ഈ കൈ ഒന്ന് പെതുക്കൊന്ന് പൊക്കാൻ ശ്രമിച്ചേ. കഴിയൂല. എന്താണെന്നറിയാമോ? അതിലൊരു ആണി അടിച്ചിട്ടുണ്ട്, സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. കൈ പൊക്കാൻ എത്ര ശ്രമിക്കും തോറും ആ കൈയുടെ ഭാരം കൂടി 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 വരുന്നതായിട്ട് തോന്നും. സജിൽ ഈ കൈ ഒന്ന് പൊക്കിയേ, ഈ കൈ ഒന്ന് പൊക്കിയേ. പൊക്കാൻ സാധിക്കുന്നുണ്ട്. ആ കൈ പെതുക്കത്താക്കുക. എന്നിട്ട് ഈ കൈ ഒന്ന് പൊക്കാൻ ശ്രമിക്കുക. കഴിയൂല. എത്ര ശ്രമിച്ചാലും അതിന്റെ മൈൻഡ് പവറാണ്. സജിലിന്റെ മൈൻഡ് പവർ കൊണ്ട് അത് പൊക്കാൻ കഴിയില്ല. നേരത്തെ ആ വേദനയെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ഈ കൈ ഒന്ന് പൊക്കാൻ ശ്രമിച്ചേ. കഴിയൂല. പൊക്കുന്നതിനനുസരിച്ച് അതിന്റെ ഭാരം കൂടിക്കൂടി വരും. കയ്യിലെന്തോ വരിഞ്ഞു മുറുകി ഒട്ടിയത് കണക്ക് സജിലിന് തോന്നും. ഓക്കെ, ഇന്ന് കൗണ്ട് ചെയ്യുമ്പോൾ സജിലിന് ഈ കാല് പൊക്കാൻ സാധിക്കും, രണ്ട് കൈ പൊക്കാൻ സാധിക്കും. പക്ഷെ ഈ കാല് ഇവിടെ വരിച്ചു മുറുക്കി കെട്ടി ഇതിലേക്ക് കുറച്ച് ഗം വെച്ച് ഒട്ടിച്ചേക്കാണ്. സജിൽ എത്ര ശ്രമിച്ചാലും ഈ കാല് പൊക്കാൻ സാധിക്കൂല. സജിൽ എത്ര ശ്രമിച്ചാലും ആ കാല് പൊക്കാൻ സാധിക്കില്ല. 1 2 and 3. പെതുക്കെ സ്ലോലി കണ്ണുറക്കോ സജിലൊന്ന് കണ്ണുറക്കോ. സജിൽ ഈ കാലൊന്ന് പൊക്കിയേ. പൊങ്ങുന്നുണ്ടോ? നീ മറ്റേ കാലൊന്ന് പൊക്കിയേ. കഴിയൂല. ശ്രമിച്ചേക്കേ. കഴിയൂല. കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുന്നല്ലേ? ആ കാല് പൊക്കാൻ സാധിക്കുന്നില്ല അല്ലേ? കാലൊന്ന് പൊക്കാൻ ശ്രമിച്ചേക്കേ. പൊക്കാൻ നോക്കിയേ. പൊക്കാൻ സാധിക്കുന്നില്ല അല്ലേ? പൊക്കാൻ സാധിക്കുന്നില്ലേ? എന്ത് പറ്റി? ഞാൻ 3 എന്ന് പറയുമ്പോൾ സജില് കണ്ണ് തുറക്കും. പക്ഷെ ഈ കസേരയിൽ നിന്ന് സജിൽ എത്ര ശ്രമിച്ചാലും എണീക്കാൻ കഴിയില്ല. 1 2 3. പെതുക്കെ ഒന്ന് കണ്ണു തുറക്കുക. സജിലെ കസേരയിൽ നിന്ന് എണീക്കാൻ നോക്കൂ. കഴിയില്ല. സജിൽ കസേരയിൽ നിന്ന് എണീക്കാൻ നോക്കിയാൽ കഴിയില്ല. എത്ര ശ്രമിച്ചാലും കസേരയിൽ എന്തോ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. സജിലൊന്ന് എണീക്കാൻ നോക്കിയേ. കഴിയില്ല. എണീക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അതിന്റെ അകത്ത് എന്തോ സൂപ്പർ ഗ്ലൂ എന്താ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. സജിലിന് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? എന്റെ പേരെന്താ? നിന്റെ പേരെന്താ? വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. ഈ കസേരയിൽ നിന്ന് എണീച്ച് ഒന്ന് എന്റെ അടുക്കലോട്ടൊന്ന് വരൂ. സജിലിന് കഴിയൂല. എത്ര ശ്രമിച്ചാലും കഴിയൂല. ഒന്ന് എന്റെ അടുക്കിലേക്ക് വന്നേ. എന്തു പറ്റി? ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എണീക്കാൻ പറ്റുന്നില്ലേ? ഗോ ടു സ്ലീപ്പ് ആൻഡ് ഡീപ്പ്. ഗോ ടു സ്ലീപ്പ്. സജിലിന് ഈ കാല് ഇനി പൊക്കാൻ സാധിക്കും. ഒന്ന് കാല് പൊക്കിയേ. ആ കാല് പൊക്കിയേ. മറ്റേ കാല് പൊക്കിയേ. 2 കാലും ഞാനൊന്ന് ലോക്ക് ചെയ്യട്ടെ. സജിലിന്റെ 2 കാലും ലോക്ക് ചെയ്യട്ടെ. ഓക്കെ. സജിലിന് ഇനി ഞാൻ പറയുമ്പോ ഈ 2 കാലും ഇവിടെ നിന്ന് പൊക്കാൻ സാധിക്കില്ല. ഇപ്പൊ 2 കാലും പൊക്കിയില്ലേ? ഈ 2 കാലും ഇമാജിൻ പവറാണത്. സജിലിന്റെ ഇമാജിൻ പവറാണ്. ഒരിക്കലും ഈ 2 കാലും എത്ര പൊക്കാൻ ശ്രമിച്ചാലും അവിടെ ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പശ വെച്ച് ആരെ തേച്ചൊട്ടിച്ച് വെക്കുകയാണ്. കാണാൻ സാധിക്കുന്നുണ്ടോ? കാല് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സജിലിന് ഈ കാല് എത്ര ശ്രമിച്ചാലും സജിലിനെ പൊക്കാൻ സാധിക്കില്ല. സജിൽ 2 കാലും ഒന്ന് പൊക്കാൻ ശ്രമിച്ചേ. പെതിയെ കഴിയൂല. സജിൽ 2 കാലും ഒന്ന് പൊക്കാൻ ശ്രമിച്ചേ. കഴിയൂല. ഞാൻ 3 എന്ന് പറയുമ്പോഴത്തേക്ക് സജിലിന് കണ്ണു തുറക്കാൻ സാധിക്കും. 1 2 3. ഇത് പെതുക്കെ കണ്ണു തുറന്നേ. ഈ കാല് പെതുക്കെ 2 പൊക്കാൻ ശ്രമിച്ചു വയ്ക്കുന്നു. മറ്റേ കാല് പൊക്കാൻ ശ്രമിച്ചു വയ്ക്കാണ്. എന്തു പറ്റി? പൊക്കാൻ ശ്രമിച്ചു നോക്ക്. പറ്റും. കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. എന്തോ പശ വെച്ച് ഒട്ടിച്ചെന്ന് തോന്നുന്നല്ലേ? പശ വെച്ച് ഒട്ടിച്ചേക്കാണ്. പക്ഷേ ഞാന് 3 എന്ന് പറയുമ്പോഴത്തേക്ക് സജിലിന് കണ്ണ് ഈ 2 കാലും പൊക്കാൻ സാധിക്കും.
എന്റെ കയ്യിലേക്ക് നോക്കുക. ഞാനൊരു മാന്ത്രിക സ്പർശം എന്റെ ഉള്ളിലേക്ക് ഇട്ട് തരാൻ പോവാണ്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റും. 1 2 3. സജിൽ ഇനി ഈ കാല് വയ്ക്കണ്ട, വെക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റേ കാല് വയ്ക്കേ സാധിച്ചാ മൈൻഡിൽ റിലാക്സ് ആക്കി കൊണ്ടുവരാം. എക്സ്പീരിയൻസ് ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞാണ് ചെയ്യിപ്പിച്ചത്. നീ എങ്ങനെ അഭിനയിക്കണമെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞത്. പിന്നെ എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നീ കാലെടുക്കാൻ പറഞ്ഞപ്പോ എന്ത് കാലെടുത്ത് വെക്കാത്ത? പിടിച്ചു വെച്ചാണ്. ഞാൻ പിന്നെ നിന്റെ അടുത്ത് ഇപ്പം കാലെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈസി ആയിട്ട് എടുത്ത് പൊക്കിയല്ലേ? അതെങ്ങനെ പറ്റി? ആദ്യം കാല് ഒട്ടിപ്പിടിച്ചായിട്ട് തോന്നിയാ? പൊക്കാൻ പറ്റുന്നില്ല നിന്റെ. പക്ഷെ നിന്റെ കൈ നേരത്തെ പൊക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കൈ പൊക്കില്ല. പക്ഷേ നിന്റെ കൈയുടെ ഈ ഇവിടം പോലെ നല്ല ഇങ്ങനെ നരമ്പൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു പൊക്കാൻ ശ്രമിക്കുന്നതിന്റെ. കസേരയിൽ നിനക്ക് ഇവിടം പോലെ നിന്റെ ഈ ഇവിടം പോലെ നല്ല നരമ്പുകൾ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കസേരയിൽ നിന്ന് എണീക്കാൻ പറ്റുമല്ലോ. നീ അതെന്ത് എണീക്കാത്ത? എന്ത് പറ്റി? നിനക്ക് ഫ്രീ ആയിട്ട് എണീക്കാൻ പറ്റും. നീ മനഃപൂർവ്വം ഇരുന്നാണെന്ന് തോന്നുന്നു. അല്ല, പിന്നെ എണീക്കാൻ പറ്റിയില്ല തന്നെ. ശരി, ഓക്കെ. ഇതൊരു ഹിപ്നോട്ടിസം ആണ്. ഹിപ്നോട്ടിസം നിന്റെ മൈൻഡ് പവർ, നിന്റെ മൈൻഡ് നിന്റെ പവർ ഇല്ലാതാക്കുന്നതാണ്.